ആലപ്പുഴയിലെ പി.ജി ഡോക്ടർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ വിവിധ മേഖലയിൽ നിന്നുള്ള ഡോക്ടർമാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാസ്തവമായിട്ട് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട അതേത് മേഖലയായാലും അവിടെ പ്രവർത്തിക്കുന്നവർക്ക് മതിയായ സുരക്ഷയും അതിനുള്ള സംരക്ഷണവും ലഭിക്കുന്നില്ലെങ്കിൽ എങ്ങനെ അവരുടെ സ്വകാര്യതകൾ പോലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജോലി മേഖലയിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്. കൊൽക്കത്ത സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടെടുത്ത നടപടികളെ കുറിച്ച് അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാടുകളെ കുറിച്ച് സുപ്രീം കോടതിക്ക് അതിർത്തിയുള്ളതായിട്ടാണ് ഇന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊല്ലപ്പെട്ട ഡോക്ടറിന്റെ വിവരങ്ങൾ പോലും പുറത്തേക്ക് പോയി എന്നുള്ളതാണ് ആശങ്കാജനകമായ വസ്തുതയായി ചൂണ്ടിക്കാണിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷാ കാര്യത്തിൽ കടുത്ത ആശങ്കയുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, സർക്കാർ ആശുപത്രികളിലെ യുവ ഡോക്ടർമാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന് കൂടെ കോടതി പറഞ്ഞിട്ടുണ്ട്. തൊഴിൽ മേഖലകളിലൊക്കെ തന്നെ ദേശീയ നടപടിക്രമങ്ങൾ ആവശ്യമുണ്ട്. മുൻനിര മേഖലകളിലേക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾ കടന്നു വരുമ്പോൾ അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. അവർ തൊഴിൽ ചെയ്യുന്ന ഇടം എപ്പോഴും അന്തസ്സുള്ള ഇടമായി മാറണം. അവിടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായിട്ടുള്ളവരിൽ നിന്നും നല്ല സമീപനങ്ങളുണ്ടാകും. പലപ്പോഴും തെറ്റായ കണ്ണുകളിലൂടെ നോക്കുകയും തെറ്റായ കാര്യങ്ങളിലേക്ക് അവരെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കേണ്ടതായിട്ട് ഈ വിഷയത്തിൽ നാനാ തുറകളിൽ നിന്നും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും പ്രതികരണങ്ങൾ ഈ വീഡിയോയിൽ കമന്റായിട്ട് രേഖപ്പെടുത്താം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പല മേഖലകളിലും, ആരോഗ്യ മേഖലകളിൽ മാത്രമല്ല പല മേഖലകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലിടങ്ങളിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ വല്ലാത്ത ഒരു സ്ഥിതിവിശേഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള തൊഴിൽ മേഖലകളിലെല്ലാം ഇത് തുടർമാനമായി സംഭവിക്കുമ്പോൾ പല സ്ത്രീകളും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം, അവരാശങ്കപ്പെടിക്കും. തൊഴിലിടത്ത് അവർക്ക് എന്ത് സുരക്ഷിതത്വമാണ് ലഭിക്കുന്നത്? അവിടെ അവര് പോവുകയും വരികയും ചെയ്യുമ്പോൾ യാത്രയ്ക്കിടയ്ക്കുണ്ടാകുന്ന പലതരത്തിലുള്ള ചൂഷണങ്ങളും പീഡനങ്ങളും തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്നു. ഇങ്ങനെ മറ്റ് പല നിലകളിലാണ് അവര് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാനായിട്ട് അവർ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് ആ ബന്ധപ്പെട്ട സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ളവരുടെ ഒരു ഉറപ്പ് കൂടെ അവർക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നാളെ എന്തെങ്കിലും വിഷയം വന്നാൽ ആ സ്ഥാപനമായിരിക്കും അതിന് ഉത്തരവാദിയായി മാറും. പലപ്പോഴും അത്തരത്തിലുള്ള ഉറപ്പുകളൊന്നും നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും അതിനകത്ത് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല. അവനവനെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളത്. എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് രാജ്യത്തിന് നാണക്കേടാണ്, വിശ്വവർഗത്തിന് തന്നെ ആകെ നാണക്കേടാണ്. തൊഴിലിടങ്ങളിലെ സുരക്ഷിതത്വം ഉറപ്പാക്കപ്പെടണം, അതിന് സാധിക്കണം. ഏതായാലും ഈ ദിവസങ്ങളിൽ പിന്നെയും അത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും കോടതി അതിർത്തി രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് നിശ്ചയമായിട്ടും അടിയന്തരമായ മറ്റ് പല നടപടികളും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സുരക്ഷിതത്വം ഉണ്ടാകട്ടെ. അതിനു വേണ്ടി നമുക്കും നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ അഭിപ്രായങ്ങൾ പങ്കുവെക്കുമ്പോഴും അത് മാന്യമായും സഭ്യമായും നമ്മളെ മനസ്സിലാക്കിയും വേണം ചെയ്യുവാൻ എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.